ഭൂരഹിതർക്ക് ഭൂമി വാങ്ങാൻ മുൻഗണന നൽകി ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ഭൂരഹിതരായ പൊതുവിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലും പെട്ട 66 പേർക്ക് ഭൂമി വാങ്ങാൻ നൽകുന്നതിന് 2 കോടി രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഉപ അധ്യക്ഷൻ വിനോദ് തുണ്ടത്തിൽ അവതരിപ്പിച്ചു. എക്സ്റ്റൻഷൻ 62 ലക്ഷം രൂപ, ഘടക സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ 8 ലക്ഷം രൂപ, പഞ്ചായത്ത് ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ 10 ലക്ഷം രൂപ എന്നിങ്ങനെ പല മേഖലകളിലായി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനും ജനപ്രിയവും വികസനോന്മുഖമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലേക്ക് പല മേഖലകളിലായി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പൊതുവിഭാഗത്തിൽ നിന്ന് 33 പേർക്കും പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 33 പേർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കുറഞ്ഞത് 3 സെന്റ് വീതം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഏഴംകുളം അറുകാലിക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരിക്കുന്നതിന് 50 ലക്ഷം രൂപയും ഏനാത്ത് പഞ്ചായത്ത് വക സ്ഥലത്ത് കെട്ടിട സമുച്ചയം പണിയുന്നതിന് 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാലയങ്ങളുടെ ഭൗതിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൃഷി, അനുബന്ധ മേഖലകൾ, വ്യവസായം എന്നിവയ്ക്കും മതിയായ തുക വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുടെ പട്ടികയിൽ അവശേഷിക്കുന്നവർക്കെല്ലാം വീട് ലഭിക്കുന്നതിന് വേണ്ട തുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കാവശ്യമായ തുകയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിതത്തിനും നാടിന്റെ സർവതോമുഖമായ പുരോഗതിക്കും ഉതകുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് ഉപാധ്യക്ഷൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ VS ആശ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ.